ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചായയൊക്കെ തിളപ്പിച്ച് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം തിരിച്ച് കിച്ചണിലേക്ക് തന്നെ കയറുകയാണ് കേട്ടോ. അകത്തേക്ക് നോക്കിയപ്പോൾ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ അലങ്കോലാക്കി ഇട്ടിട്ടുണ്ട്. എന്നാലും കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. സാധാരണ ഉണ്ടാവുന്ന പോലെ അത്ര കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ടോയ്സൊക്കെ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ദാ ഈ ഒരു ചെടി കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ച ചെടിയാണ് കേട്ടോ. ആലിമ നശിപ്പിച്ച് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇലകളൊക്കെ എന്തോ അവൻ്റെ കയ്യിലുള്ള ടോയ് കൊണ്ട് അടിച്ചടിച്ച് ആ കോലത്തിലാക്കി വെച്ചിട്ടുണ്ട് ചെടികൾ. ഇനിയിപ്പോൾ അത് ഇടയ്ക്കുന്ന് കട്ട് ചെയ്ത് കളയണം, എന്നാലാണ് പുതിയ ഇലകൾ വരുള്ളൂ. അപ്പം ഇതാണ് അടുക്കളയുടെ ഒരു കോലം കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. അടുക്കള അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കാറ്. പിന്നെ ക്ലീൻ ചെയ്യാത്ത ദിവസങ്ങളിലാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ഗ്ലാസ് ജാർ ഞാൻ കാണിച്ചായിരുന്നില്ലേ, അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെടി നട്ടു വെച്ചിട്ടോ. അപ്പോൾ അതിരുന്ന സ്ഥാനത്ത് ഇതാ ഇതേപോലെ 2 കാസറോളും കയറ്റി വെച്ചിട്ടുണ്ട്. ഈ കാസറോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ്. നമുക്ക് കുക്കിങ്ങിനായിട്ടൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഒരു ഡയറിയിൽ ഞാൻ എഴുതി വെക്കുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ. ഓരോ ദിവസത്തെ ഇപ്പോൾ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ടൈം ടേബിൾ പോലെ. അപ്പോൾ അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അരിയൊക്കെ കഴുകിയ വെള്ളം പുറത്തെ ചെടിക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. എപ്പോഴും വെള്ളം ഒഴിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത് തന്നെ, കിച്ചൻ്റെ അടുത്ത് തന്നെ ഈ ഒരു ചെടികൾ ഞാൻ വെച്ചേക്കുന്നത്. പക്ഷേ മിക്കപ്പോഴും മറന്നു പോണത് ഈ ഒരു ചെടിയുടെ കാര്യം തന്നെ ആയിരിക്കും. അപ്പോൾ കുറേ കുപ്പികൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് കവറിലാക്കിയിട്ട് പുറത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. പുറത്തൊരു ഇത്തിരി സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ ഇതിലെ പ്ലാസ്റ്റിക് വിളിച്ച് പറഞ്ഞ് പോകുമ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ എന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും പച്ചക്കായും കൂടിയാണ് കേട്ടോ. അപ്പോൾ അരി തിളച്ചിട്ടുണ്ട്, അതെടുത്ത് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെയും അരി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു സൈഡിലെ പ്ലാന്റ്സിനൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ അകത്തിരിക്കുന്നതാണ് അധികം വെള്ളമൊന്നും വേണ്ട, എങ്കിലും ഒരു 1-2 ഒന്ന് നനച്ച് കൊടുത്താൽ മതിയാവും. പുറത്ത് ഗ്രില്ലിലിരിക്കുന്നത് കുറച്ച് പ്രശ്നമാണ്, കാരണം നല്ലപോലെ അവിടെ വെയിലടിക്കും. അപ്പോൾ ദിവസവും നനച്ച് കൊടുക്കണം. തോല് കളഞ്ഞതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലേക്ക് ഇട്ട് വെക്കും കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് കറയുണ്ടല്ലോ, അതുമാത്രമല്ല ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് പോകാണ്ടിരിക്കാൻ കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്കിന്ന് മീൻ കറിയും കൂടി വെക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് വാങ്ങിച്ചുകൊണ്ടെന്നാണ്. അപ്പം മീൻ നന്നാക്കാനുണ്ട്. സാധാരണ രീതിയിൽ നന്നാക്കിയാണ് വാങ്ങിക്കുന്നത്. ഇന്നിപ്പോൾ നന്നാക്കിയിട്ടില്ല. അപ്പം മീനും കൂടി നന്നാക്കാനുണ്ട്. പിന്നെ കുഴപ്പമില്ല, നമ്മളിപ്പോൾ ബയോബിനൊക്കെ യൂസ് ചെയ്യണ കാരണം അതിലിടാനായല്ലോ. കുക്കറിൽ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 കറിക്കാണ്. ഒന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും പരിപ്പാണ്, പിന്നെ അതേപോലെ നമ്മൾ പച്ചക്ക ഇട്ട് വെക്കുന്നതും പരിപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് ആദ്യം തന്നെ കറിക്കുള്ള പരിപ്പാണ് എടുത്ത് മാറ്റുന്നത്. അപ്പോൾ പരിപ്പെടുത്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് പച്ചക്കായ കൂടി, കുക്കറിലേക്ക് പച്ചക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്ത് പരിപ്പ് കറി റെഡിയാക്കുന്നുണ്ട്. നമ്മൾ ഈ പരിപ്പ് കറിയിലൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ചതച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ച് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അതും മൊരിയിച്ചതിന് ശേഷം ഒന്ന് പരിപ്പ് ചേർത്ത് നോക്കി എന്തൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാനപ്പോൾ പരിപ്പ് കറിക്ക് മാത്രം സ്പെഷ്യലായിട്ട് ഈ ചതച്ചമുളക് മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പരിപ്പിനും പിന്നെ ചെറുപയറിനും ചേർക്കാറുണ്ട് കേട്ടോ. ബാക്കി എല്ലാത്തിനും നമ്മൾ മസാലകളൊക്കെ ചേർക്കുമല്ലോ. ഇത് രണ്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചതച്ചമുളക് മാത്രം ഇടുമ്പോൾ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പുട്ടുപൊടി വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞതിന് മുന്നത്തെ ദിവസത്തെയാണ് കേട്ടോ, ബാലൻസ് ഇരുന്നാണ്. അപ്പോൾ എന്തായാലും അത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, എന്നാൽ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കി. അപ്പോൾ കറക്റ്റ് ഒരു 5 കഷ്ണത്തിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. 5 തികഞ്ഞുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലത്തെ ദോശ മാവിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതും കുറച്ച് ചട്നിയും കൂടി അരച്ചിട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്, പച്ചക്കാ തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ കുട്ടി കുട്ടി ദോശയാണ് ഉണ്ടാക്കുന്നത്. ഓൾറെഡി പുട്ടുണ്ടല്ലോ, അപ്പോൾ ഒരാളുടെ മാത്രം ഫുഡ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ദോശ ഇതേപോലെ സവാള ഇട്ടിട്ട് മേളിൽ നെയ്യ് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കണതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്ലീനിങ് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ദോശ ആവാനായിട്ട് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ തുടച്ചും കൂടി എടുക്കുന്നുണ്ട് സ്ലാബ്. കാരണം വേറൊന്നും ഗ്യാസിൽ വെച്ചിട്ടില്ല. അപ്പോൾ ദോശ മാത്രമേ നോക്കാനുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് അതും കൂടി ചെയ്യുന്നുണ്ട്. പാത്രം കഴുകലൊന്നും ഇന്ന് കഴിഞ്ഞിട്ടില്ല കേട്ടോ. സിങ്ക് നിറച്ച് പാത്രം കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ കഴുകി വെക്കും. എന്നാലും മിക്കപ്പോഴും എനിക്ക് കഴുകി വെക്കാൻ പറ്റാറുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകിൽ മീൻ വെള്ളത്തിലിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി പാത്രം കഴുകിയിട്ട് വേണം മീൻ നന്നാക്കി കറി വെക്കാനായിട്ട്. അപ്പോൾ ആഹിൽ കിടന്നുറങ്ങുകയാണ് കേട്ടോ.
ആദ്യത്തേത് ആഹിൽ ഉറങ്ങുന്ന വീഡിയോ ആണ്. രണ്ടാമത്തേത് ഇന്നലെ രാത്രി എടുത്ത വീഡിയോ ആണ് കേട്ടോ. ആഹിൽ കിടന്നതിൻ്റെ ഒപ്പം ആലിമും കൂടി പോയി കിടക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ആഹിൽ താഴെയാണ് കേട്ടോ കിടന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഗസ്റ്റ് വന്നിട്ടൊന്നും അല്ല, അവന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു തോന്നലാണ് ഞങ്ങളുടെ കൂടെ കിടക്കാനായിട്ട്. അപ്പോൾ താഴെ ബെഡിട്ട് ഇങ്ങനെ കിടക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്, ബ്ലാങ്കറ്റ്, പുതപ്പ് ഇതെല്ലാം നമ്മൾ മേളിൽ നിന്ന് ചുമന്നുകൊണ്ട് വരണം. ഇതേപോലെ തന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി ഇടണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ എനിക്ക് അങ്ങനെ മടിയാണ്. പക്ഷേ അവന് ഭയങ്കര കാര്യമാണ് താഴെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ കിടക്കാനായിട്ട്. ആഹിൽ ഫുഡൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോയിട്ടോ. പിന്നെ കുറച്ച് ജോലിയുണ്ട്. ഇന്ന് ആകെ വീട് എന്താ പറയുക, അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എനിക്ക് ക്ലീൻ ചെയ്യണം. ഇത് ആദ്യത്തെ ജോലിയാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ആഹിലിൻ്റെ മിസ്സിന് കൊടുക്കാനായിട്ട് പെൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ കവർ തപ്പിയതാണ് ഈ കാണുന്നത്. ഇവിടെ എവിടെയോ ഇരിക്കുന്നുണ്ടായിരുന്നു, നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് തിരിച്ച് കബേർഡിൽ തന്നെ എടുത്ത് വെക്കണം. അപ്പോൾ അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്കും ഒരുപാട് സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ഡേ വിഷ് ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ചോദിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സാറാണ് കേട്ടോ. മുടങ്ങാണ്ട് വരുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജാണ് സാറിൻ്റെ. ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാനിപ്പോൾ ഒരു 4 വർഷത്തോളമായിട്ട് ജോലി റിസൈൻ ചെയ്തേക്കുന്നത്. എങ്കിൽ പോലും എന്നെ ഓർത്തല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. നമ്മളമ്മമാരാണെങ്കിലും കുട്ടികളുടെ ഫസ്റ്റ് ടീച്ചർ തന്നെയാണല്ലോ. ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ ടീച്ചേഴ്സ് ഡേയുടെ. എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. സാരി ആയിട്ടും അല്ലാണ്ട് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് തന്നിരിക്കുന്ന ഗിഫ്റ്റുകൾ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എല്ലാ ഗിഫ്റ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർഡറിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിമിൻ്റെ ഡ്രസ്സാണ്. പക്ഷെ അവനിപ്പോൾ ഇടാൻ പറ്റില്ല. വലിയ ഡ്രസ്സാണ്. നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയേക്കുന്ന വലിയ ഡ്രസ്സാണ് കേട്ടോ. അതൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു ജോലി ഈ തുണിയൊക്കെ ഒന്ന് മടക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് ഈ തുണി മടക്കാനായിട്ട്. നമ്മൾ കഴുകി കൊണ്ടുവന്നിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, പെട്ടെന്നൊരു തോന്നലിൽ മടക്കി അല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ ഇരിക്കും. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ മടക്കി ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും. ആലിമ കയറി പിന്നെ അത് വലിച്ചു വാരിയിടും. അങ്ങനെ കൂടി കിടക്കും. എത്ര ശ്രമിച്ചിട്ട് ഒന്ന് ഓർഡറാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എല്ലാ തുണിയും മടക്കി വെക്കാമെന്ന് ഓർത്ത് മടക്കി വെക്കണേ കേട്ടോ. ആലിമ അതിൻ്റെ ഇടയ്ക്ക് എന്നെ പുറകേന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്തോ കാര്യങ്ങൾ അടുക്കളയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തു കൊടുക്കാനോ എന്തിനോ വേണ്ടിയിട്ടാണ് ആലിമ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ തുണി മടക്കിയിട്ട് വേണം. എനിക്കാണെങ്കിൽ ഇന്ന് ഒരുപാട് ജോലിയുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡ്യൂട്ടി ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് മേളിലത്തെ 2 റൂം ക്ലീൻ ചെയ്യലാണ്. 2 റൂമെന്ന് പറയുമ്പോൾ നിലം തുടക്കലൊന്നും അല്ല, നമ്മുടെ കബോർഡ് പിന്നെ ജനൽ ഇതൊക്കെ തുടക്കലാണ്. അപ്പോൾ 2 റൂമിൻ്റെ അതാണ് ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി. പിന്നെ ഞാനിങ്ങനെ ഓരോ ദിവസവും ഓരോ ടൈം ടേബിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ താഴെ 2 റൂമാണെങ്കിൽ നാളെ മേളിൽ 2 റൂം. എല്ലാ ദിവസവും മേളിലും താഴെ ഒരേ സമയം ഞാൻ തുടക്കാറില്ല കേട്ടോ. ചൊവ്വയും വെള്ളിയാണ് മേളിൽ തുടക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ താഴെയും തുടക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുക്കില്ല ജോലി ചെയ്ത്. അതായത് ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവില്ല. നമുക്ക് ആവശ്യത്തിന് റെസ്റ്റും കിട്ടും, അത്യാവശ്യം വീട് ക്ലീനായിട്ടും കിടക്കും. മുമ്പ് ഇത് ഞാൻ ജോലിക്ക് പോകാത്തവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ജോലിക്ക് പോകുന്നവർക്ക് വേറെ ഓപ്ഷനില്ല. ഒന്നല്ലെങ്കിൽ വേറെ ആരെങ്കിലും ജോലിക്ക് നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ സാറ്റർഡേയ്സിൽ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സാറ്റർഡേയ്സിൽ ചെയ്യാം. ഞാൻ വർക്കിന് പോയിരുന്നപ്പോൾ സാറ്റർഡേ ആണ് ക്ലീൻ ചെയ്തിരുന്നു വെച്ചത്. അന്ന് ഫുൾ ഡേ ക്ലീനിങ് ഡേ ആയിരുന്നു എൻ്റെ. ഒരു 4 മണിയാവും രാവിലെ ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിയാനായിട്ട്. കാരണം അത്ര ഉണ്ടല്ലോ, നമുക്ക് അത്രയും ക്ലീനിങ് ഉണ്ട്. പൊടികളൊക്കെ തുടച്ചൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ അത്രയും ടൈം പിടിക്കും. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് റിലാക്സ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും എല്ലായിടത്തും തുടച്ച് നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഓരോ ദിവസം ഓരോ ടൈം ടേബിൾ പോലെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് തീർക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അത്യാവശ്യം വീട് ക്ലീനായിട്ടും കിടക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ദിവസവും തുടച്ച് അങ്ങനെയല്ല, നമുക്ക് പറ്റുന്ന പോലെ അങ്ങനെ തുടച്ച് ഇതാക്കാതെ വലിയൊരു ജോലിയായിട്ടല്ല ഞാനൊരു ടൈം ടേബിൾ എഴുതി വെക്കുന്നത്. ചെറിയ അതായത് അധികം ടൈം വേണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്. പിന്നെ റൊട്ടീനായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പൊടി പിടിച്ചിരിക്കാനുള്ള ചാൻസസ് കുറവാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേനും അധികം പൊടിയൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ 1 മാസമൊക്കെ ഒരു ഗ്യാപ്പ് എടുക്കുമ്പോഴാണ് നന്നായിട്ട് പൊടി വരുന്നത്. അപ്പോൾ
അങ്ങനെ ടൈം ടേബിൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഇതേപോലെ പാട്ട് വെച്ചിട്ട് ജോലി ചെയ്യും. എനിക്ക് ഓൾറെഡി പാട്ട് ഇഷ്ടമാണ്, പാട്ട് പാടുന്നവരെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ജോലി ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയൽ പ്ലേ ചെയ്യും, അത് കണ്ടിട്ട് കാണണമെന്നില്ലല്ലോ, കേട്ടാലും മതി, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇടയ്ക്ക് ഞാനൊരു പ്ലേ വേ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു റൂം ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു പാട്ടിനുള്ളിൽ, ഈ പാട്ട് തീരുന്നതിനുള്ളിൽ ഞാൻ ആ റൂം ക്ലീൻ ചെയ്ത് കഴിയും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു വെറുതെ ഒരു രസം. അതേപോലെ ഇപ്പുറത്തെ റൂം അടുത്ത പാട്ട് വരുമ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു പാട്ട് തീരുമ്പോഴത്തേനും എൻ്റെ ആ ജോലിയൊക്കെ തീർത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ എനിക്ക് മടി പിടിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ തുണിയൊക്കെ മടക്കി കഴിഞ്ഞിട്ട് അതെല്ലാം ഞാനൊന്നെടുത്ത് ഓർഡറാക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പം മീൻ നന്നാക്കണം കേട്ടോ. ഈ മീൻ നന്നാക്കുമ്പോഴും സെയിം ഈ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മീൻ അങ്ങോട്ട് നന്നാക്കി പോവുകയല്ല ചെയ്യുന്നത്. 4 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഞാൻ മീൻ നന്നാക്കുന്നത്. ഇതേപോലെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മീൻ്റെ ചെതമ്പലുണ്ടല്ലോ അതെല്ലാം ഒന്നിച്ച് കളയും, എല്ലാത്തിൻ്റെയും കളയും. കാരണം അത് കത്തി വെച്ച് മാത്രം നമ്മൾ ചെയ്യും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തല കളയലാണ്. എന്നിട്ട് എല്ലാത്തിൻ്റെയും തല കളയും. പിന്നെയാണ് നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്യുന്നത്. സിസേഴ്സ് വെച്ചിട്ട് ആ വയറിൻ്റെ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സൈഡിൽ ആ ഒരു ചെതമ്പലൊക്കെ കട്ട് ചെയ്തൊക്കെ കളയുന്നത്, മീൻ്റെ വാലൊക്കെ കട്ട് ചെയ്ത് കളയുന്നത് 3ാമത്തെ സ്റ്റേജിലാണ്. ഇങ്ങനെ 3 സ്റ്റേജായിട്ടാണ് ഞാൻ മീൻ നന്നാക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ അതങ്ങനെ ചെയ്ത് ഇങ്ങനെ തന്നെ ആയിപ്പോയി മീൻ നന്നാക്കുന്ന എൻ്റെ ഒരു രീതി. ഒരു 3 സ്റ്റേജും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് ഉപ്പിടുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ട് പൈപ്പിൻ്റെ അടിയിൽ കാണിച്ച് അതിൻ്റെ വയറുഭാഗമൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. എന്നിട്ടാണ് ഉപ്പ് പുരട്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തലയൊക്കെ ഞാനിപ്പോൾ ബയോബിനിലാണ് ഇടുന്നത്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇടാൻ പോകുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഇട്ടപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് സ്മെല്ല് വന്നായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇനോക്കുലം കുറച്ചും കൂടി ഇട്ട് കൊടുത്ത്. പിന്നെ സ്മെല്ലൊന്നും ഉണ്ടായില്ല, ഉറുമ്പൊന്നും വന്നില്ല, പുഴു അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നാൾ തന്നെ നമുക്ക് നല്ല വളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മീനൊക്കെ നന്നായി കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കറിയും വെച്ച് എന്നിട്ട് ചെറുതായിട്ട് തീയൊന്ന് കുറച്ചിട്ടതിന് ശേഷം ഇനി അലക്കാൻ പോകാം കേട്ടോ. ഒരുപാട് അലക്കാനുണ്ട്. ഞാനപ്പോൾ മേളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെയാണ് കേട്ടോ അലക്കുന്നത്. എല്ലാം കൂടി അങ്ങോട്ട് കൊട്ടിയിടും. എന്നിട്ട് ഓരോരോ തിരിച്ചിട്ടാണ് കേട്ടോ അലക്കുന്നത്. നല്ല ഡ്രസ്സ് ഉണ്ടാവും, വീട്ടിലിടുന്ന ഡ്രസ്സ് ഉണ്ടാവും, പിന്നെ നമ്മൾ വൈറ്റ് മാത്രം ഉണ്ടാവും. അങ്ങനെ എല്ലാം ഒന്ന് തിരിച്ച് ഞാൻ ഇടുന്നത്. ഫസ്റ്റത്തെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ അടുത്ത് വാങ്ങിച്ച വാഷിംഗ് മെഷീനാണ് കേട്ടോ. ഇതിൻ്റെ കമ്പനി എനിക്ക് ഭയങ്കര ഓർമ്മയാണ് കേട്ടോ. വീട്ടിലുള്ള എല്ലാ ഐറ്റംസിൻ്റെയും കമ്പനിയുടെ പേര് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്തായിരുന്നു എന്ന്. അപ്പോൾ ഇതിൻ്റെ കമ്പനി ഏതാണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. വൈറ്റ് മാജിക് ആണ് കേട്ടോ. ഇതിൽ എക്സ്പ്രസ് വാഷ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം ഓണാക്കിയപ്പോൾ 1 മണിക്കൂറും എത്രയോ മിനിറ്റ് കാണിച്ചു. പിന്നെ ഞാനത് എക്സ്പ്രസ് വാഷ് ചെയ്തപ്പോഴേക്കും 1 മണിക്കൂർ 2 മിനിറ്റായിട്ട് കാണിച്ചിട്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകി കിട്ടും. വേൾപൂളാണ് കേട്ടോ കമ്പനി. ഇപ്പോഴാണ് പേര് കണ്ടത്. അപ്പോൾ ഇനി ഈ കിടക്കുന്നതൊക്കെ നമ്മളുടെ വൈറ്റ് ഡ്രസ്സും പിന്നെ പുറത്തിടുന്ന നല്ല ഡ്രസ്സൊക്കെ ആണ് കേട്ടോ. അതൊക്കെ മെഷീനിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ കൈ കൊണ്ട് തന്നെ വെറുതെ സോപ്പ് പൊടിയിൽ അല്ലെങ്കിൽ എന്താ പറയുക ലിക്വിഡിൽ മുക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കൈ കൊണ്ട് തന്നെ വെറുതെ ഒന്ന് വാഷ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ 2 റൂം ക്ലീൻ ചെയ്യലാണ് കേട്ടോ എൻ്റെ ജോലി. ഞാൻ ഫ്ലോറ് തുടക്കുന്നില്ല കേട്ടോ. ജനലും കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ബെഡൊക്കെ നന്നായിട്ടൊന്ന് ക്ലീനായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ജനലൊക്കെ ഒന്ന് തുടക്കണം. ഇവിടുത്തെ ജനൽ തുടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. നമ്മുടെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസൈഡ് ഇല്ലാത്തതാണ്, കണ്ടംപററി മോഡലാണ് വീട്. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ ജനൽ തുടക്കാൻ നല്ല പണിയാണ്. അപ്പം ഞാനൊരു കസേര ഇട്ട് അതിൻ്റെ മേളിൽ കയറിയെന്ന് ഒരു സൈഡിലെ വിൻഡോ അടച്ച് പിടിച്ച് ജനലിൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ടിട്ടാണ് മറ്റേ സൈഡ് തുടക്കുന്നത്. ഇനിയിപ്പുറത്ത് ഡ്രസ്സിങ് ഏരിയയും കൂടി ഉണ്ട്, ഇവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ആഹിലിൻ്റെ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ എല്ലായിടത്തും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പുറത്തെ റൂമും ക്ലീൻ ചെയ്തായിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേനും എൻ്റെ ബാറ്ററി ഡൗൺ ആയി പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആഹിലിൻ്റെ ബെഡ് കൊണ്ടുപോയി മേളിൽ കൊണ്ട് ഇടുകയാണ്. താഴെ ആഹിൽ കിടന്നിരുന്ന ബെഡ് ഉണ്ടല്ലോ, അത് ഞാൻ മേളിൽ കൊണ്ടുവന്ന് വിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ കഴുകിയ തുണിയൊക്കെ മേളിൽ വിരിച്ചിടാൻ വേണ്ടി കയറിയേക്കാൻ വേണ്ടി ഏറ്റവും പൊക്കത്താണ് കൊണ്ടുപോയി ഇടുന്നത്. കാരണം ഒരുപാട് തുണിയുള്ള കാരണം താഴെ എല്ലായിടത്തും കൂടി ഇടാൻ പറ്റില്ല. അപ്പം മേളിലാണ് കൊണ്ടുവന്ന് ഇടുന്നത് കേട്ടോ. അപ്പം എല്ലാം ഒന്ന് വിരിച്ചിടുന്നുണ്ട്. ഉച്ചക്കത്തേക്കുള്ള മീൻ വറുക്കാൻ കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മീൻകറി റെഡി ആയിട്ടുണ്ട്. താളൊക്കെ ഇട്ടിട്ടുള്ള നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് താളിട്ട് കറി വെക്കുന്നത്. ഏകദേശം ഒരു 10-15 വർഷങ്ങളായി തോന്നുന്നു താളിട്ട് കറി കഴിച്ചിട്ട്. അപ്പോൾ ഞാനും ആലുമ കൂടി ചോറ് കഴിക്കുകയാണ്. മീൻകറി, താളിട്ട മീൻകറി, മീൻ വറുത്തതും പച്ചക്ക പരിപ്പും കൂടി ഇട്ടത് കേട്ടോ. അപ്പോൾ ഏകദേശം 2:10 ആയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.